50,000 രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെയുള്ള ലോൺ 21% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. നമുക്കിവിടെ ഇൻസ്റ്റൻ്റ്ലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിതൊക്കെ വായിച്ച് നോക്കി എമൗണ്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം താഴെയുള്ള അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലോൺ അപ്ലൈ ആവുന്നതാണ്. 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് ലോൺ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷന്റെ തുടക്കമാണ് നിങ്ങൾ കണ്ടത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള പേഴ്സണൽ ലോണുകൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റന്റ് ആണ്, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം വെരിഫൈ ചെയ്തിട്ടാണ് ഈ ലോൺ എമൗണ്ടോട് അവർ മോസ്റ്റ്ലി എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത്. അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നേക്കാൻ മുന്നേ നമ്മുടെ ആപ്ലിക്കേഷന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. അത് ഞാൻ തിരിച്ചു തരാം. ഇവരുടെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ വരെ 12 മാസം തൊട്ട് 60 മാസം വരെയുള്ള ടെന്യൂറിൽ നമുക്ക് കിട്ടും. ഫുള്ളി പേപ്പർലെസ് ആയിട്ടുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ഡിസ്ബേഴ്സൽ റേറ്റ് എന്ന് പറയുന്നത് 100% ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. എന്നീ കൂടി ഒരു 80% വരെ ഡിസ്ബേഴ്സൽ റേറ്റ് ഉണ്ട്. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 19% തൊട്ട് 30% വരെയുള്ള 30% വരെയുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ലോൺസ് കിട്ടുന്നത്. പിന്നെ ഇൻസ്റ്റന്റ് അപ്രൂവൽ ആണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. 2 കാറ്റഗറി ഉണ്ട്. ഇപ്പൊ സാലറിഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഇൻകം 15,000 രൂപ നമുക്ക് വേണം. പിന്നെ എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, അഡ്രസ് പ്രൂഫ് ആയിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ അങ്ങനെ എന്തെങ്കിലും ആണ് വേണ്ടത്. ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ 21 to 58 വയസ്സാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം വേണം, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണും വേണം. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ നമ്മുടെ അഡ്രസ് പ്രൂഫ് ആയിട്ട് ഇലക്ട്രിസിറ്റി ബിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മതി. ഇതാണ് ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ITR കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതല്ലെങ്കിൽ കൂടി ഉദ്യോഗം, ആധാർ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായാൽ മതി. ഇതല്ലെങ്കിൽ കൂടി അവർ നിങ്ങളുടെ സിബിൽ സ്കോറും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം വെരിഫൈ ചെയ്തിട്ട് വരെ ലോൺസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റും ഒക്കെ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പക്കയാണെങ്കിൽ നമുക്ക് ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടിന്യൂ വിത്ത് ലേറ്റസ്റ്റ് നല്ല ട്രാൻസാക്ഷൻ തുടങ്ങിയ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ഇതിൽ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെ ലോൺ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഒരു വീഡിയോ ഉണ്ട്, ജസ്റ്റ് കണ്ടു നോക്കാം, തിരിച്ചു വരാം. ആപ്പിന്റെ പേര് ഹീറോ ഫിൻകോർപ്പ് എന്നാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തപ്പോൾ നമുക്ക് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ ഫോൺ നമ്പർ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അപ് ടു 5 lakh വരെ നമുക്ക് എടുക്കാനായിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുമായി ഗെറ്റ് നൗ എന്നൊരു ടാബ് ഉണ്ട്. ആ ടാബും ക്ലിക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് പോകാം. ഇവിടെ നമുക്ക് മിനിമം 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ 21% ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് ആനുവൽ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഈ ഇൻട്രസ്റ്റിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. നമ്മൾ ഏത് ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഓക്കെ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 21% നമുക്ക് ഓക്കെ ആണെങ്കിൽ എമൗണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. മാക്സിമം നമുക്ക് 5 ലക്ഷം രൂപ വരെ ഇടാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതാണ് ഏറ്റവും നല്ലൊരു ഓഫർ എന്ന് നോക്കി നമുക്ക് ആപ്റ്റ് ആവുന്ന ഓഫർ നോക്കിയിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് 3 സ്റ്റെപ്പാണ്. ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാങ്കിങ് ആൻഡ് KYC, പിന്നെ റീപേയ്മെന്റ് ചെയ്യാനുള്ള സൈൻ കാര്യങ്ങളും ചെയ്യാം. ഇത് കഴിഞ്ഞാൽ ലോൺ കംപ്ലീറ്റ് ആയി. പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കറക്റ്റ് ആയിട്ട് തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ തെറ്റായി കൊടുക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ആവാനായിട്ട് സാധ്യതയുണ്ട്. ബാങ്കിങ് KYCയിൽ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് നല്ല ട്രാൻസാക്ഷൻ ഉള്ള ബാങ്ക് അക്കൗണ്ട് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മുടെ പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചേക്കുന്നത്. ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാൻ നമ്പർ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത് കഴിഞ്ഞ് ഇത് ഫെച്ച് ചെയ്തിട്ട് അവരുടെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരും. അവർ തന്നെ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ പാൻ കാർഡ് ത്രൂ ഫെച്ച് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ അഡ്രസ്സ് നമ്മൾ നോക്കുക, അഡ്രസ്സ് നമ്മൾ വെരിഫൈ ചെയ്യുക, നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് പിൻകോഡ് അടക്കം കറക്റ്റ് ആണോ നോക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ എടുത്ത് താഴെ. അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടാണോ എന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ അഡ്രസ് പ്രൂഫിൽ കൊടുത്തിട്ടുള്ള ആ അഡ്രസ്സ് തന്നെയാണ് അവിടെ വന്നേക്കണേന്ന് വെരിഫൈ ചെയ്യുക. ഞാനിവിടെ നമ്മൾ ബ്ലർ ചെയ്ത് വെച്ചേക്കാണ്. അതിനുശേഷം നമ്മൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാലറിഡ് ആണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേര്, ഏത് ടൈപ്പ് ഓഫ് ഫെയിമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാം. നമ്മളിപ്പോൾ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ അത്, IT ഫെയിം ആണെങ്കിൽ അത്, അതൊക്കെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓഫർ അവർ ഇതൊക്കെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, നമ്മളിവിടെ നമ്മുടെ എൻഡ് ആവുകയാണ്. കാരണം നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും എൻക്വയറി സിബിൽ കയറുന്ന കാരണം നമ്മളിവിടെ എൻഡ് ആവുകയാണ്. ഇനി വരുന്ന സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞുതരാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ അടുത്ത് നമുക്കൊരു ഓഫർ വരുവാണെങ്കിൽ, ഓഫർ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓഫർ ആണെങ്കിൽ അവിടെ കാണിക്കും. ഈ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓഫർ ആയിട്ട് കാണിക്കും. അപ്പൊ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മുടെ ഇൻകം വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആവുന്ന ഒരു അക്കൗണ്ട്, അല്ലെങ്കിൽ നല്ല ട്രാൻസാക്ഷൻ, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ കയറുന്ന അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ ബേസ്ഡ് KYC ഉണ്ട്. KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാൻഡേറ്റ് ഉണ്ട്. മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ EMI മോഡ്, നമ്മൾ ലോണിൽ സെലക്ട് ചെയ്ത EMI മോഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആവുന്ന സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് KYC കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ
പൈസ ക്രെഡിറ്റ് ആവും. ചില കേസുകളിൽ നമ്മൾ 24 to 48 hours വരെ കണ്ടിട്ടുണ്ട്. എന്നാലും മോസ്റ്റ്ലി പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആവാറുണ്ട്. ഇതാണ് ഹീറോ ഫിൻകോർപ്പ്. ട്രസ്റ്റഡ് ആയിട്ടുള്ള NBFC പാർട്ട്നേഴ്സ് ആണ് ഹീറോ ഫിൻകോർപ്പിനുള്ളത്. പിന്നെ അവരുടെ ഓൺ NBFC ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ട്രസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അപ്ലൈ ചെയ്ത് നോക്കാം. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. സിബിൽ സ്കോർ എപ്പോഴും ഒരു 750 above ഉള്ളവർ മാത്രം ട്രൈ ആയിട്ട് ശ്രദ്ധിക്കുക. അതിൽ താഴെ ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവൽ ചാൻസസ് കുറവാണ്, വെറുതെ അപ്ലൈ ചെയ്യാന്നുള്ളൂ. നല്ല സിബിൽ ഉള്ളവരുണ്ടെങ്കിൽ ട്രൈ നോക്കാവുന്നതാണ്. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എടുക്കുക. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.